ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ക്ലാസിക് ഫ്രഞ്ച് ടോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് റെസിപ്പി നോക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് കൺട്രി ലോഫ് ആണ്. അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റിന് ഏറ്റവും നല്ലത് ബ്രിയോഷ് ആണ്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്രെഡും നിങ്ങൾക്ക് ഫ്രഞ്ച് ടോസ്റ്റിന് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ 2 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മധുരത്തിനനുസരിച്ച് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഈ ഷുഗറും മുട്ടയും തമ്മിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവണം. അതിനാണ് ആദ്യം തന്നെ നന്നായിട്ട് വിസ്ക് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 1 പിഞ്ച് ഞാൻ നട്ട്മഗിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് വാനില എക്സ്ട്രാക്റ്റ് ആണ്. അതും ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് സ്ലൈസ് ചെയ്ത് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എപ്പോഴും നമ്മൾ ലോഫ് സ്ലൈസ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം സ്ലൈസ് ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു മീഡിയം തിക്കിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ബ്രിയോഷാണ് എടുക്കണമെങ്കിൽ ഒരു ദിവസം മുന്നേ നമുക്ക് സ്ലൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ബ്രെഡ് ഒന്ന് ഹാർഡാവും. ഞാനിപ്പോൾ 2 സ്ലൈസേ എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഓരോന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് 1 സ്ലൈസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ഒന്ന് ഒരു 25 സെക്കൻഡ്സ് സോക്ക് ചെയ്യാം. നമ്മൾ ബ്രെഡ് 2 സൈഡും 25 സെക്കൻഡ്സ് വെച്ച് സോക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബ്രെഡ് ഇപ്പോൾ സോക്ക് ആയിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ തന്നെ സെയിം ഈ ബ്രെഡും ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ബ്രെഡ് ഒന്ന് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് രണ്ടാമത്തെ ബ്രെഡും ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. ബട്ടർ നമുക്ക് ആവശ്യം പോലെ ഇൻ ബിറ്റ്വീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡിയാണ്. നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഗാർണിഷിനായിട്ട് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നത് പൗഡേർഡ് ഷുഗറാണ്. ഞാൻ ഫ്രഞ്ച് ടോസ്റ്റിലൂടെ എപ്പോഴും സെർവ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഐസ്ക്രീം കൂടെ വെച്ചിട്ടാണ്. സോ ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ബെറീസ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. സ്ട്രോബെറിയോ ബ്ലൂബെറിയോ ഏത് ടൈപ്പ് ബെറിയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.